ഹായ്, വെൽക്കം ബാക്ക് ടു ജോസ് ആൻഡ് ബ്ലോഗ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ചെറിയൊരു ചലഞ്ച് ആയിട്ടാണ്. അപ്പോൾ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പേ ഒരാളുടെ സീറ്റ് ഇവിടെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സീറ്റിലേക്ക് ആളെ വിളിക്കാം. എത്തിപ്പോയി. ഇത് എൻ്റെ സിസ്റ്ററാണ്, അലീന എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ അലീന മോളിനെയും കൂടെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചലഞ്ച് ചെയ്യുന്ന ചലഞ്ച് ഹൂ നോസ് മീ ബെറ്റർ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂൾസ് ഒക്കെ എല്ലാവർക്കും തന്നെ അറിയാം. ഞങ്ങളൊരു യൂട്യൂബ് വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞങ്ങൾ ചാലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇതിലേക്ക് ഞങ്ങൾ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും 3 പേരും ഒരു 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ചോദിച്ചതിന് ആൻസർ പറയാത്തവർക്ക് കുറച്ച് പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഇവിടെ ബോക്സിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പണിഷ്മെന്റ് ഏതൊക്കെയാന്ന് വെച്ചാൽ പണിഷ്മെന്റ് ഇപ്പൊ നല്ല പണിഷ്മെന്റ് ഉണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും. അപ്പൊ നമ്മൾ വൈനും ചോക്ലേറ്റും പിന്നെ പൗഡറും പിന്നെ പച്ചമുളക് അതുപോലെ പുളി അതുപോലെ വാട്ടർ പിന്നെ കരിയായിട്ട് നമ്മുടെ കൺമഷി. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ എഴുതണേന് നമുക്ക് 15 സെക്കൻഡ്സ് ആണ് നമ്മളിവിടെ എടുത്തിരുന്ന ടൈം. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ താമസിക്കാതെ ചലഞ്ചിലേക്ക് കടക്കാം. ചലഞ്ചിലേക്ക് പോവാണ്. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങളുടെ അനിയത്തിക്ക് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ആ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്. അവള് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞങ്ങൾ രണ്ടിലും ആരെങ്കിലും ആൻസർ പറയും. തെറ്റുത്തരം എന്നവർക്ക് എന്തെങ്കിലൊക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെറുതിലെ ഞാൻ ഏത് പ്രൊഫഷൻ അല്ലെങ്കിൽ ആരാകണമെന്ന് ആഗ്രഹിച്ചു? ഓക്കെ, അപ്പൊ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിപ്പോ എനിക്ക് എന്നെ അറിയില്ലാത്ത ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചേക്കട്ടെ. ആദ്യത്തെ എനിക്ക് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ടൈം അപ്പ് ആയിട്ടുണ്ട്. എനിക്ക് പോലും അറിയില്ല ഗൈസ്, പല 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 ആഗ്രഹങ്ങളായതുകൊണ്ട് എന്നാലും നമുക്ക് വെളിപ്പെടുത്താം. ഞാൻ ഡോക്ടർ ആയിരിക്കണം. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നേഴ്സ് എന്നായിരുന്നേ. അയ്യോ. അപ്പൊ ആദ്യത്തെ തന്നെ എനിക്കും അമ്മൂനും പോയേക്കണേണ്. പച്ചമുളകാണ്. ഞാനിപ്പോ കുറച്ച് ഇത് ചെയ്യണതിന് മുമ്പ് ഞാൻ പറഞ്ഞേ ഉള്ളൂ, നിനക്ക് കിട്ടും പച്ചമുളക് പറഞ്ഞ് തുടങ്ങി. ഐശ്വര്യായിട്ട് തുടങ്ങിക്കോളൂ. ഫസ്റ്റ് തന്നെ കിട്ടി, തുടക്കത്തിൽ തന്നെ കിട്ടി. ചെറുതൊന്നുമില്ല. ഇതാണ് ഏറ്റവും കുറച്ച് അടിച്ചാൽ മതി. ഇച്ചിരി മതി, അതൊക്കെ മാറ്റി. ഇപ്പൊ പച്ചമുളക് തിന്നാൻ പോവുകയാണ്. നീ തിന്നോളെ. എനിക്ക് മേക്കപ്പ് അളവാതിരിക്കുന്നത് എന്റെ പൗഡർ എന്റെ അത് കുട്ടികളെ അങ്ങനെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേർക്കും കിട്ടിയില്ല, പണിഷ്മെന്റും കിട്ടി. അതെ, ഇത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അമ്മ ചോദിക്കാൻ വേണം. ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ നല്ല ഇരുപതെട്ടാ സംസാരം പോയി. എന്റെ ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഏതാണ്? ടൈമർ സ്റ്റാർട്ട്. ഇത് 2 പ്രാവശ്യം തൊട്ട് പറഞ്ഞിട്ടുണ്ട്, മാറ്റി പറയാമെന്ന് ഞാൻ പറയാം. ടൈം അപ്പ് ആയിട്ടുണ്ട്. ടൈം കഴിഞ്ഞു. ആൻസർ. വാതിൽക്കല് വെള്ളരിട്ടോ. ഏതോ മഴ തെറ്റിപ്പോയി. ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് മുല്ലേ മുല്ലേ എന്ന് പറഞ്ഞ പാട്ടാ ഇഷ്ടം. അവരിടക്ക് വാതിലിപ്പില് വെള്ളരിപ്രാവെന്ന് പറഞ്ഞ് പുള്ളിക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഞാനത് എഴുതിയത്. രണ്ടുപേര് തോറ്റിരിക്കാണ് ഗൈസ്. രണ്ടുപേർക്ക് പണി കൊടുക്കാൻ പോവാണ്. എടുത്തോ ഞാനിതിന്റെ ബാക്കി നിന്നാ മതിയോ? വേണ്ട വെച്ചു. അത് ഇതത് കഴിഞ്ഞിട്ട് എടുക്കാവേ. എനിക്ക് റിവെഞ്ച് നല്ല ചോക്ലേറ്റ് ഒക്കെ കിട്ടിയാൽ മതി. നന്നായിട്ട് മുക്കുങ്ങട് ഉടായ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഇതാ നല്ലോണം ചുരുട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഓ, 1 glass of wine. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകുന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. അമ്മുവിന് നിശ്ചയം ചെയ്ത ഡേ ഏത് ദിവസമാണെന്ന് ഞങ്ങൾ നോക്കട്ടെ. അതെങ്കിലും ഓർമ്മ ഉണ്ടാവും. നോക്കട്ടെ. ഇവിടെ വന്നതാണ് അവിടെ പോയി. ഇല്ല, നിശ്ചയ ദിവസം. നിശ്ചയ ദിവസം ആകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റണമല്ലോ. എന്തൊക്കെ ടൈം സ്റ്റാർട്ട് ടൈം അപ്പ് ആയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു സെപ്റ്റംബർ 15 കറക്റ്റാണ്. സെപ്റ്റംബർ 15. സെപ്റ്റംബർ 15 Punishment again goes to കരി. Yes. സുന്ദരിക്ക് പൊട്ട് തൊടാൻ പോവാണ്. വെറൈറ്റി ആണ്. അതെ, സുന്ദരിക്ക് പൊട്ട് തൊടാൻ പോവാണ്. പൊട്ടല്ല, വാരി വലിച്ചു വെക്കണം. ഇല്ല, ഒരു ഉണ്ട കൊടുക്കും. റൗണ്ട് ഇട്ടിട്ടുണ്ട്. വലിയ വട്ടപ്പെട്ട് വലിച്ചിട്ടുണ്ടേ. വരച്ചിട്ടുണ്ടോ? വട്ടപ്പെട്ട് പോയി. കൂടുതൽ കളർഫുൾ. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ആണ്. സെക്കൻഡ് Second റൗണ്ടിൽ round. അപ്പൊ നമ്മൾ അതിലേക്ക് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമിന്റെ ഫ്ലേവർ. ഇതൊക്കെ എനിക്ക് അറിയാൻ പാടുണ്ട് സത്യമായിട്ടും. എന്നാലും എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, ടൈമർ ഓൺ ആക്കിയില്ല. അതിന് വേഗം നമുക്ക് എഴുതാൻ പറ്റും. മാത്രമേ ഉള്ളൂ. എന്തായാലും ടൈമർ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എഴുതിക്കുന്ന വനില ഉണ്ടോ? ഞാൻ എഴുതിക്കുന്നത് സ്ട്രോബെറി. ബട്ടർ സ്കോച്ച്. ഇതൊന്നും അല്ലായിരുന്നു ഗൈസ്. അപ്പൊ ഈ കഴിഞ്ഞ സ്ട്രോബെറി ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ബട്ടർ സ്കോച്ച്. എപ്പോഴും സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന തന്നാ ഞാൻ കഴിക്കൂ. അപ്പൊ ഏതും കഴിക്കുമെന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇത് പണിഷ്മെന്റ് വെറുതെ പണിഷ്മെന്റ് വെച്ചാൽ വളരെ നല്ല ഐഡിയ എടുത്താൽ മതിയായിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനും കയ്യിലെടുത്ത് വെച്ചേക്കാണ്. പുള്ളി ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ. കുഴപ്പമില്ല, അത്യാവശ്യം പുളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. സാധാരണ ഇഷ്ടമാണ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തത് ഒന്നേ ഗ്രീൻ ചില്ലി. പറഞ്ഞല്ല നിനക്ക് തന്നെ കിട്ടുന്നു. അത് ചെറുത് എന്നാ ഇതിന് വേണ്ട. ഉള്ളും കഴിക്കണം. കടിച്ചില്ലല്ലോ. എവിടെ കടിച്ചത്? ഞാൻ നോക്കിയില്ല, പകുതി കടിച്ചത്. കുറച്ചുകൂടി പൊടിയൊക്കെ പറയണം. സ്നോ ബോർഡ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സ്വഭാവം. ഇത് മിക്കവാറും ശരിയാകാനൊരു ചാൻസ് ഉണ്ട്.
ടൈം അപ്പ്. യെസ്, ടൈം കഴിഞ്ഞു. അപ്പൊ ഞാൻ തന്നെ ഫസ്റ്റ് പറയാം, ദേഷ്യപ്പെടുന്നതാണ് അമ്മ ഇഷ്ടമില്ലാത്ത സ്വഭാവം ഞാൻ കേട്ടേക്കുന്നത്. എന്റെ ആൻസർ എന്താ? ഞാൻ എഴുതുന്നത് കാര്യം പറയുമ്പോ കളിയാക്കി അങ്ങനെ പറയും. ആദ്യം ഞാൻ ദേഷ്യം എഴുതി വെക്കില്ല. ദേഷ്യപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും അയ്യോ, ഇഷ്ടമല്ല. അപ്പൊ ശരിക്കും ശരിയാണത്. കാരണം പലതവണ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ദേഷ്യപ്പെടുമ്പോ തന്നെ അമ്മ ഞാൻ ദേഷ്യപ്പെടണ എഴുതി വെക്കും. അപ്പൊ ഇത്തവണ പണിഷ്മെന്റ് എടുക്ക് അങ്ങനെ എടുക്ക്. പുളി പുള്ളി കുഴപ്പമില്ല. പുളിയാണ് ഗൈസ്, പുളിക്ക് നല്ല രസമുണ്ട്. ടേസ്റ്റ് ആണ്. നല്ല രസമുണ്ട്. ആദ്യം കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു ചോർപ്പുണ്ടാവും, പിന്നെ കഴിക്കുമ്പോൾ പുളി പോകും. അപ്പൊ മുഖത്തെ എക്സ്പ്രഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെ. ഓക്കെ, അപ്പൊ ഇനി എന്റെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ചോദിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ. ടൈമർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ടൈമും അപ്പായിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ, വിച്ച് സീസൺ ആയി ലൈക്ക്? റെയിനി സീസൺ. റെയിനി സീസൺ കറക്റ്റ് ആണ് ഗൈസ്. എനിക്ക് റെയിനി സീസൺ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മഴയൊക്കെ പെയ്യുമ്പോ മഴയത്തൊക്കെ ഓടി അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. സോ ഇനി തേർഡ് റൗണ്ടിലേക്കാണ്. അപ്പൊ പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാ, ഇപ്പൊ അലീനക്കൊന്ന് എനിക്കൊന്ന് അമ്മു 2 പോയിന്റ് എടുത്തിരിക്കുകയാണ്. കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം. അപ്പൊ മൂന്നാമത്തെ റൗണ്ടിലേക്ക് എടുക്കാം. അപ്പൊ അലീന ഫസ്റ്റ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ഏതാ? ഞാൻ പറഞ്ഞു. ടൈമർ ഓൺ ആക്കി. ടൈം ഉറപ്പായിരുന്നു. പറഞ്ഞു. ടോം ആൻഡ് ജെറി ആണ്. ഞാൻ ഡോറയെ ചോദിച്ചേക്കാം. ഡോറയുടെ പ്രയാണെന്നുള്ള കാട്ടുന്നതല്ല. മിക്ക നമ്മൾക്ക് അതൊക്കെ എനിക്ക് ഇഷ്ടം. ഏതാ? കറേജ് ഒരു പട്ടിയിടാൻ ഏകി ഈ 2 ദിവസം കുറിച്ച് ഞാൻ ഇന്നിപ്പോ സംസാരിച്ചുള്ളൂ. പക്ഷെ അമ്മൂന് ഇഷ്ടമെന്നാണ്ട് ആദ്യം പറഞ്ഞു വെച്ചത്. തെറ്റിപ്പോയിരിക്കുകയാണ് ഗൈസ്, തെറ്റിപ്പോയിരിക്കുകയാണ്. വീണ്ടും പണിഷ്മെന്റ്. ഞാനും എനിക്കും ഉണ്ട് പണിഷ്മെന്റ്. പൗഡറാണ് എനിക്ക് കിട്ടിയത്. എല്ലാവരും പൗഡറാണ് എനിക്ക് കരിയാണ്, കരി. അപ്പൊ ആദ്യമേ പൗഡർ കൊടുക്കാൻ പണി. പൗഡർ ഇട്ട് അങ്ങനെയില്ല, സൈഡാവും. വൃത്തിയില് ഇവിടെ വരെ പ്രായമായി എനിക്ക് ഡ്രസ്സിലേക്ക് വീഴും. ഓക്കെ, ഇപ്പൊ അപ്പൂപ്പനായി. എനിക്ക് കരിയാണ്. അങ്ങനെ കാട്ടാളത്തി ഗോപി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ അമ്മ ചെയ്തത്. എന്നൊരു കാട്ടാളത്തിൽ ലുക്കൊക്കെ ഉണ്ടാവും. അവിടെ നോക്കട്ടെ. ഇനി അടുത്ത എന്റെ ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് പിക്കിൾ ഏതാണ്? ഓണായി. ഇത് ചെറിയ പെട്ടെന്ന് ഞാൻ അച്ചാറാണ്, അച്ചാറ്. മൈ ഫേവറേറ്റ് അച്ചാർ. കഴിഞ്ഞു. ഗൈസ്, സത്യമായി പോയിട്ടോ. പുള്ളിക്കാരത്ത് എപ്പോഴും മാങ്ങ കിട്ടിയ മാങ്ങ ഇട്ടിച്ച് പരിവാക്കി ചമ്മന്തി വരെ ഉണ്ടാക്കുന്ന ആളാണ്. കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഡിഷ് മാങ്ങ ആയിരിക്കുള്ളൂ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൈസ് അത് ശരിയായിരിക്കുകയാണ്. അപ്പൊ ആർക്കും ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ വകയാണ്.
ഓക്കെ, വിച്ച് പ്ലേസ് ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ്? ഏത് പ്ലേസിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ താല്പര്യമുള്ളത്? വേൾഡ് കൺട്രീസിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേർക്കും പറഞ്ഞിട്ടുണ്ട്. ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതായിരിക്കും guys. ഓക്കെ, അപ്പൊ ചെയ്തോട്ടെ. ഇപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ. ഇല്ല, ആലോചിക്കട്ടെ. പിന്നെ മാറ്റിയാൽ ഇനി ആലോചിക്കില്ല. ടൈം ഓക്കെ, ന്യൂയോർക്ക്, ഞാൻ ന്യൂയോർക്ക്. ശരിയാണ്. എനിക്ക് വീണ്ടും ശരിയായിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആഗ്രഹമുണ്ട്. നമ്മുടെ ഹോളിവുഡ് കൺട്രിയാണ്. പണിഷ്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിലെല്ലാത്തിനും എനിക്ക് വിസിറ്റ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. ശരിയാണ്, ന്യൂയോർക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ട് ഇപ്പൊ ക്വസ്റ്റ്യൻസ് പോയിന്റ് നിന്ന് അമ്മൂന് 3 ഇനി നമ്മൾ ഓക്കെ, നമ്മളപ്പോ അടുത്ത റൗണ്ട് Last പോവുകയാണ്. ലാസ്റ്റ് റൗണ്ട് ആണ്. ലാസ്റ്റ് റൗണ്ട് ആയിട്ട് ലാസ്റ്റ് റൗണ്ടാണിത്. അപ്പൊ ലാസ്റ്റ് റൗണ്ട് അലീന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. നിന്റെ സോഡിയാക് സൈൻ ഏതാ? ഏത് മാസത്തിലാണ് ജനിച്ചു? ജൂലൈ. എനിക്കറിയില്ല guys. ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. ഡേറ്റിംഗ് എനിക്കറിയില്ല. ഡേറ്റ് അറിയില്ലേ? ഇല്ല. സോഡിയക് സൈൻ. സമയം ചോദിക്കും. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എഴുതിയിരിക്കുന്നത് ഏരീസ് ആണ്. ജൂലൈ 13. എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ ജൂലൈ 13 ഡേറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ക്യാൻസർ ആണ്. ക്യാൻസർ. ഗൈസ്, വീണ്ടും ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനത്തെ ടാസ്ക് അല്ല, അവസാനത്തെ Glass of wine. എനിക്ക് പൗഡർ പിന്നെ കിട്ടിയ പണി ഉണ്ടാവും. പെട്ടെന്നിട്ട് നെറ്റിയിടണ്ട, നെറ്റിയിട. എനിക്ക് നെറ്റി മാത്രമേ ഉള്ളൂ. ബാക്കി മതി. അയ്യോ, ആയില്ല. എനിക്ക് വാങ്ങി തന്നേക്കേ. വൈനനെ മാറ്റി അത്. മുള്ളു പിടിച്ച് തീർക്കും തന്നെ. ഇല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ. ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തീരും തീർന്നിരിക്കുന്നു. എന്തെഴുതിയ ഞാൻ പതിപോലെ വനിലയാണ് എഴുതിയേക്കുന്നത്. ഞാൻ വാനില. ശരിയാണ്. ആ? അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ സെറ്റ് തീർന്നു. ലാസ്റ്റ് അപ്പൊ എന്റെ വക നമ്മുടെ ഈ സെക്കൻഡ് ചെയ്താണ് കളിയും അവസാനിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാൻ 5 മുതൽ 10 വരെ പഠിച്ച സ്കൂൾ. ടൈം സ്റ്റാർട്ട്സ് നൗ. സത്യം പറഞ്ഞ കഴിച്ചു സ്കൂളിൽ കാരണം ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ. ഏതാണ് കണ്ണമാരി സ്കൂൾ പേര് പറഞ്ഞു? കണ്ണാടി സ്കൂൾ ഒന്നുമല്ല. കണ്ണാലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ സ്കൂളിൽ വരുമോ? അല്ലെങ്കിൽ ഞാൻ പുത്തന്തോടെ എനിക്കതറിയുള്ളൂ. പ്ലസ് Plus 1 1, പ്ലസ് plus 2 ടു പഠിച്ചാണ്. പഠിച്ചതറിയാം. അതല്ല, 5 മുതൽ 10 വരെ പഠിച്ച സ്കൂളായിരുന്നു. അതുപോലെ ഞാൻ എന്താ പറയാ, സെന്റ് മേരീസ് ഹൈസ്കൂൾ കണ്ണമാലിയാണ്. കണ്ണമാലിയാണ്, പക്ഷേ സ്കൂളിന്റെ പേര് പറയുന്നത്. അപ്പൊ വീണ്ടും പണിഷ്മെന്റ് ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയാണ് പണിഷ്മെന്റ്. ലാസ്റ്റ് ചോക്ലേറ്റ് കിട്ടിയിട്ട് എനിക്ക് കിട്ടിയത് ചോക്ലേറ്റ് ആയിരുന്നു. അയ്യോ, എനിക്ക് കരിയാണ്. കരി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പിന്നീട് വാടാ. അപ്പൊ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചോക്ലേറ്റ് ഒരാൾക്ക് മാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കായിരുന്നു. ചോക്ലേറ്റ് ആണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ചോക്ലേറ്റോടെ നമ്മുടെ പരിപാടിയും നമ്മുടെ ഈ ഗെയിമും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പോയിന്റ് നിലവാരം അമ്മുവിന് 3 പോയിന്റ്, അലീനക്ക് 4 പോയിന്റ്,
എനിക്ക് 3 പോയിന്റ്. അപ്പൊ അലീനയാണ് നമ്മുടെ വിജയി. ചോക്ലേറ്റ് ഞാൻ കൊടുക്കുന്നത്. ചോക്ലേറ്റ് നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് പച്ചമുളക് കഴിച്ചിട്ടാണെങ്കിൽ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ്. അപ്പൊ ഇനിയും ഇതുപോലത്തെ വീഡിയോസിലേക്ക് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. ഇനി വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ടാറ്റാ.